പുള്ളിപ്പാടം GLP സ്കൂളിൽ 60ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും തുടങ്ങി. കനവ് 2016 എന്ന പേരിലാണ് 2 ദിവസങ്ങളായി പരിപാടി നടത്തുന്നത്. വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർഷികാഘോഷ പരിപാടികളുടെ ആദ്യ ദിനമായ ഇന്ന് എക്സിബിഷനും ഗ്രാമീണ കായികോത്സവവുമാണ് നടത്തിയത്. സ്വാഗത സംഘം ചെയർമാൻ പന്താർ മുഹമ്മദ് പതാക ഉയർത്തി. ഗ്രാമീണ കായികോത്സവത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി പത്തിരി പരത്തൽ, മൈലാഞ്ചി അണിയൽ മത്സരങ്ങളും, സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്കായി മിഠായി പെറുക്കൽ, വാട്ടർ ഫില്ലിംഗ് മത്സരങ്ങളും, പുരുഷന്മാർക്കായി വടംവലി, സ്ലോ ബൈക്ക് റേസിംഗ് എന്നിവയും നടന്നു. ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് ഗ്രാമീണ കായികോത്സവം നടന്നു വരികയാണ്. അമ്മമാർക്ക് വേണ്ടിയുള്ള പത്തിരി പരത്തൽ, മൈലാഞ്ചി ഇടൽ, കുട്ടികൾക്ക് വേണ്ടിയുള്ള മിഠായി പെറുക്കൽ, വാട്ടർ ഫില്ലിംഗ്, പുരുഷന്മാർക്ക് വേണ്ടി വടംവലി മത്സരം, സ്ലോ ബൈക്ക് റേസ് തുടങ്ങി ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു കായിക മത്സരങ്ങളാണ് നടന്നു വരുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് പൂർവ്വ അധ്യാപക സംഗമം നടത്തും. തിരികെ യാത്ര എന്ന പേരിലാണ് പരിപാടി. പൂർവ്വ അധ്യാപകരെ ആദരിക്കും. പ്രമുഖർ സംബന്ധിക്കും. വൈകിട്ട് 7-ന് കുട്ടികളുടെ കലാപരിപാടികളും 7:30-ന് യാത്രയപ്പ് സമ്മേളനവും നടക്കും. തുടർന്ന് കലാപരിപാടികൾ തുടരും. മമ്പാട് പുള്ളിപ്പാടം ഗവൺമെന്റ് LP സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ പ്രദർശനം നയനമനോഹരമായി. കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളോടൊപ്പം പുരാവസ്തുക്കളുടെ വലിയ ശേഖരവും പ്രദർശനത്തിലുണ്ടായിരുന്നു. നിരവധി പേരാണ് പ്രദർശനം കാണുവാനെത്തിയത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പ്രദർശനം ശ്രദ്ധേയമായി. കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പുരാവസ്തു ശേഖരണവുമെല്ലാം പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കൾക്ക് പുറമെ ആയുധങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, കപ്പലിൽ ഉപയോഗിച്ചിരുന്ന റേഡിയോ, സ്കൂളിലെ കുട്ടികൾ സ്വന്തമായി ഉണ്ടാക്കിയ ഓട്ടോമാറ്റിക് സിസ്റ്റം ഘടിപ്പിച്ച ഭൂമിയും ഭ്രമണചക്രവുമെല്ലാം കാഴ്ചക്കാർക്ക് കൗതുകമായി. കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം വളരെ കാലത്തെ ശ്രമഫലമാണ് പ്രദർശനം നടത്തുന്നതിന് പിന്നിലുണ്ടായിരുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പ്രദർശനം രാത്രി 12 മണി വരെ നീണ്ടുനിന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുറമെ പൊതുജനങ്ങളും പ്രദർശനം കാണുവാനെത്തിയിരുന്നു. മമ്പാട് പുള്ളിപ്പാടം GLP സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചത്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നാട്ടുകാരുടെയും സജീവ പങ്കാളിത്തം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകി. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ തിരികെ യാത്ര എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ TP ഉമ്മൈമത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ P സുബേർ അധ്യക്ഷത വഹിച്ചു. സിറിയക് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്താർ മുഹമ്മദ്, മെമ്പർ K ഷമീന, BPOC അഷ്റഫ്, പന്താർ നസീം തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. വൈകിട്ട് യാത്രയപ്പ് സമ്മേളനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണിയൻ റുഖിയ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ പന്താർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ EK മൂസക്കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലപ്പുറം DDE P സഫറുള്ള, പുന്നപ്പാല അബ്ദുൽ കരീം, PP ഉബൈദ്, ബെന്നി തോമസ്, എടത്തിൽ ബഷീർ, C ബാലൻ, അബ്ദുറഹിമാൻ മാസ്റ്റർ, KP ഷാജഹാൻ, VP കുഞ്ഞിമുഹമ്മദ്, CM മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. M അഹമ്മദ് സ്വാഗതവും NV സിനിദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന NV സിനിദ് മാസ്റ്റർക്ക് യാത്രയപ്പ് നൽകി. ഇന്നലെ രാവിലെ ആരംഭിച്ച് വൈവിധ്യമാർന്ന വിവിധങ്ങളായ പരിപാടികളോടുകൂടി ഇന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികളോടുകൂടി സമാപിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി റുക്കിയാണ്. വളരെ നേരത്തെ തന്നെ അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സ്വസംഘത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് ബഹുമാന്യനായിട്ടുള്ള പന്താർ മുഹമ്മദാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിക്ക് ഈ സമാപന പൊതുസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് മലപ്പുറം DD ആയിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള P സഫറുള്ള സാറാണ്. സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയുള്ള മുഴുവൻ നാട്ടുകാർക്കും, മുഴുവൻ സുഹൃത്തുക്കൾക്കും, വിദ്യാർത്ഥിനികൾക്കും ഇതിൻ്റെ സ്വസംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ
നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായിട്ടുള്ള മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പന്താർ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പുള്ളിപ്പാടം ഗവൺമെൻറ് GLP സ്കൂളിൻ്റെ 60ാം വാർഷികവും അതിനോടനുബന്ധിച്ച് നീണ്ട 16 വർഷക്കാലം നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും നമ്മുടെ കുട്ടികളെ പഠിക്കുന്നതിന് പ്രോത്സാഹനം നൽകുകയും നമ്മോടൊപ്പം ഒരു നാട്ടുകാരനായി നമ്മോടൊപ്പം ഈ സ്കൂളിൽ 16 വർഷക്കാലം നീണ്ട 16 വർഷക്കാലം ആ വിദ്യ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന വിനീത് മാസ്റ്റർ യാത്രയപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളും അതുപോലെ തന്നെ വലിയ പ്രവർത്തന രംഗത്ത് മികവിറ്റൊരു സ്കൂളായി അംഗീകാരം കിട്ടിയ ഒരു സ്കൂൾ കൂടിയാണ് നമ്മുടെ പുള്ളിപ്പാടം ഗവൺമെൻറ് GLP സ്കൂൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൂടെ സൂചിപ്പിച്ചു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനിയായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് കണ്ണിയാർ റുഖീനെ ആദരവ് ക്ഷണിക്കുന്നു. നിർത്തുന്നു. നമ്മുടെ കുട്ടികളുടെ പരിപാടിക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ഓരോ പരിപാടികളും കഴിയുമ്പോഴും അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുക എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുനിത മാഷെ പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എനിക്കിവിടെ നിർവഹിക്കാനുള്ളത്. ഈ നാടിനും നാട്ടുകാർക്കും മാഷെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് മാഷെക്കുറിച്ച് വളരെ ഹ്രസ്വമായി ഞാനിവിടെ പറയുകയാണ്. ഒതായി സ്വദേശിയാണ് മാഷ്. ഭാര്യയും ഒരു മകളും അടങ്ങുന്ന കുടുംബം. 1988 ഓഗസ്റ്റ് 3 വയനാട് ജില്ലയിലെ ബാവലി GUP സ്കൂളിലാണ് ആദ്യമായി സർവീസിൽ പ്രവേശിക്കുന്നത്. പിന്നീട് വയനാട് ജില്ലയിലെ തന്നെ GHSS കല്ലൂർ, മലപ്പുറം ജില്ലയിലെ GHHS കാട്ടിലങ്ങാടി, GLPS കേരളാധീശ്വരപുരം, GAPS അഞ്ചിച്ചവടി എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. 2000 ജൂൺ 23 പുള്ളിപ്പാടം സ്കൂളിൽ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തൻ്റെ മുന്നിലെത്തുന്ന ഓരോ കുഞ്ഞിനെയും ഹൃദയത്തോട് ചേർക്കുക എന്നതാണ് ഓരോ ടീച്ചറിൻ്റെയും കടമ. മാഷിൻ്റെ കാര്യത്തിൽ ഈ ചിന്ത അന്വർത്ഥമാണ്. 16 വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് 31 മാഷ് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് സർവ്വവിധ ആയുരാരോഗ്യങ്ങളും സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരിക്കാത്ത അപൂർവമായ ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് നമ്മുടെ ഈ ഗ്രാമം പുള്ളിപ്പാടം. അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. വളരെ തിരക്ക് പിടിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പേപ്പറിലൊരു വാർത്ത ഉണ്ടായിരുന്നു, 2 ആൾക്കാർ നടന്നു പോകുമ്പോൾ കൂട്ടിമുട്ടി മരിച്ചു. വളരെ അപൂർവമാണ്. 2 ആൾക്കാർ നടന്നു പോകുമ്പോൾ കൂട്ടിമുട്ടി മരിക്കാൻ ഒരിക്കലും പാടില്ല. 2 ആൾ തിരക്കോടുകൂടി പോയതായിരിക്കും. അത്ര തിരക്ക് പിടിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഈ വിദ്യാലയത്തിനെ ശ്രദ്ധിക്കാനും മറ്റും ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ പിന്നെ അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇവിടെയുള്ള ആളുകൾ, മറ്റുള്ള ആളുകളെല്ലാവരും ഈ വിദ്യാലയത്തിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. മാതാപിതാക്കളോട് 2 കാര്യം എനിക്ക് പറയാനുള്ളൂ. 3 കാര്യം. 1, ഇന്ത്യയിൽ ഏറ്റവും നല്ല കുടുംബങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഏറ്റവും നല്ല കുടുംബം ഒരിക്കലും അവാർഡ് നമ്മൾ അതിന് അപ്ലിക്കേഷൻ നൽകേണ്ടതില്ല. ഇന്ത്യയിൽ വെച്ച് ഒരു വർഷം ഏറ്റവും നല്ല കുടുംബം ഏത് എന്ന് തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരിക്കൽ തിരഞ്ഞെടുത്ത ഇന്ത്യയിൽപ്പെട്ട കുടുംബമായിരുന്നു അബൂബക്കർ മാസ്റ്ററുടെ കുടുംബം. അബൂബക്കർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു LP സ്കൂളിലെ അറബിക് അധ്യാപകനാണ്. അയാളുടെ ഭാര്യ ഫാത്തിമ 4 വരെ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ളൂ. ഈ അബൂബക്കർ മാസ്റ്ററെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നാണ്. അബൂബക്കർ മാസ്റ്ററുടെ വീട് കണ്ണൂർ ഭാഗത്താണ്. ഈ അബൂബക്കർ മാസ്റ്ററെ 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ഈ 2 ആൺകുട്ടികളിൽ 2 ആൾക്കാർ IAS ഓഫീസേഴ്സാണ്, സിവിൽ സർവീസ്. അതുപോലെ 3ാമത്തെ ഒരു കുട്ടി IRS റെയിൽവേ സർവീസിലാണുള്ളത്. ഈ 3 കുട്ടികളെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ അവാർഡ് കിട്ടിയ ശേഷം അബൂബക്കർ മാസ്റ്ററെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അബൂബക്കർ മാസ്റ്ററോട് ഇവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ 3 കുട്ടികളെ IAS 2 പേർക്കും ഒരാൾക്ക് IRS കിട്ടാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ
അബൂബക്കർ മാസ്റ്റർ പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു സ്നേഹിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ശമ്പളം വളരെ കുറവായിരുന്നു, വളരെ പ്രയാസപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാലും അതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ കുട്ടികൾക്ക് വേണ്ടി പുസ്തകം വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചിരുന്നു എന്നാണ് അബൂബക്കർ മാസ്റ്റർ പറയുന്നത്. സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഭാഗം കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചു. മൂത്ത ആൾ സിവിൽ സർവീസിന് തയ്യാറായി. ഈ മൂത്ത ആളാണ് രണ്ടാമത്തെ അനിയനെ സിവിൽ സർവീസിന് പഠിപ്പിക്കുന്നത്. ഈ രണ്ടാൾക്കാരും കൂടിയിട്ടാണ് ഈ പെൺകുട്ടിയെ, ഏറ്റവും അനിയത്തിയെ സിവിൽ സർവീസിന് പഠിപ്പിക്കുന്നത്. ഡൽഹിയിലോ തിരുവനന്തപുരത്തോ ഒന്നും ഇവർ പോയിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഒരമ്മക്കും അച്ഛനും പിതാവിനും മാതാവിനും ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആ കുട്ടിയെ ഒന്ന് വായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതേമാതിരി പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് കുട്ടിയെ താരതമ്യപ്പെടുത്താതിരിക്കുക. ഒന്ന്, വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടാവും, വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ വരുന്നത്, ഇവൻ മൂത്ത കുട്ടി, ഇവൻ പഠനത്തിൽ നല്ല പയ്യനാണ്, ഇവൻ്റെ അനിയൻ തീരെ പഠിക്കാത്ത ആളാണ്, ഒരിക്കലും അത് പറയരുത്. മനഃശാസ്ത്രജ്ഞന്മാർക്ക് പറയുന്നുണ്ട് സൈക്കോളജിക്കൽ സ്കാർ. ഈ ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ, ഈ മുറിവ് ദീർഘകാലം ഇത് നിലനിൽക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുട്ടിയെ കാണുമ്പോൾ അവനൊരു പ്രോത്സാഹിപ്പിക്കുക, അവനെ ഒരിക്കലും താരതമ്യപ്പെടുത്താതിരിക്കുക. ഇതാണ് രണ്ടാമതായിട്ട് ഈ മാതാപിതാക്കളോട് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നല്ലൊരു കുടുംബത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ലോകത്തുള്ള എല്ലാ മഹാന്മാരെ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇവർക്ക് നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. എന്നാൽ ലോകത്തുള്ള എല്ലാ കുറ്റവാളികളെയും പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഇവർക്ക് നല്ലൊരു കുട്ടിക്കാലം ഇല്ലായിരുന്നു. ഇതാണ്. അപ്പം നല്ലൊരു കുട്ടിക്കാലം ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിയുന്നത് മാതാവിനും പിതാവിനും മാത്രമാണ്. ഒരിക്കലും ഒരു ബ്രോക്കൺ ഫാമിലി ആകാതിരിക്കുക. ഫാദറും മദറും ആലോചിക്കേണ്ട കാര്യമാണ്. ബ്രോക്കൺ ഫാമിലി എന്ന് പറഞ്ഞ അർത്ഥം തകർന്ന കുടുംബം. വലിയ പണക്കാരാകാം, വീട്ടിൽ 4 കാറുകൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, 4 നിലയുള്ള വീടുകളാകാം, എന്നാലും കുടുംബം തകർന്നതാകാം എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്താണ് ഈ കുടുംബം തകർന്ന ഏറ്റവും നല്ല ഗുണം? ഭാര്യയും ഭർത്താവും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കുക. കുട്ടികളത് കാണണം, അത് നിർബന്ധം. അങ്ങനെ കുട്ടികൾ കാണുകയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് ആ കുട്ടിയെ നമുക്ക് നല്ലൊരു കുറ്റവാളിയാക്കി മാറ്റാൻ പറ്റും. എല്ലാ കുറ്റവാളികളുടെയും അച്ഛനും അമ്മയും ബാളം വെക്കുന്നവരായിരുന്നു, അവരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചനെ ബാളം വെക്കുന്നതായിരുന്നു. അപ്പോൾ കുട്ടികളിങ്ങനെ പകർത്തുക എന്നുള്ളതാണുള്ളത്. എപ്പോഴും ഒരു പകർത്തുന്ന ആ ലോകത്താണുള്ളത്. ഈ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, അബൂബക്കർ മാസ്റ്റർ കുടുംബത്തിനെ പോലെ ആകാൻ ശ്രമിക്കുക. ഡ്രസ്സോ മറ്റോ വാങ്ങുകയാണെങ്കിൽ ഒരു ചുരിദാറിന് 2500 പോണ സമയത്ത് ബാലരമ വേണമെന്ന് കുട്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ബാലരമ വാങ്ങി കൊടുക്കുക. പഠിക്കാനെ പഠിക്കുന്നില്ല, പിന്നെയാണോ ബാലരമ എന്ന് ചോദിച്ച് ആ കുട്ടിയുടെ വായിക്കാനുള്ള കഴിവ് ഇല്ലാതെ ആക്കരുത്. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ താരതമ്യപ്പെടുത്താതിരിക്കുക. ഇവൻ്റേതായുള്ള കഴിവുണ്ടാവും, അത് വളർത്താൻ വേണ്ടി ശ്രമിക്കുക. 3, ഒരിക്കലും ഒരു ബ്രോക്കൺ ഫാമിലി, തകർന്ന കുടുംബമാകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അതേമാതിരിയായിരിക്കും നിങ്ങളുടെ കുട്ടികൾ. ഞാൻ അവസാനത്തെ 1 മിനിറ്റ് കൂടി ഉപയോഗിച്ച് നിർത്തുകയാണ്. 2 കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോവുകയാണ്. ഒരു പാടത്തിലൂടെയാണ് പോകുന്നത്. ഈ പുള്ളിപ്പാടം എന്നുള്ള സ്ഥലത്ത് പാടം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പാടത്തിലൂടെയാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് കുറേ കർഷകരവിടെ ഉണ്ട്. ഈ കർഷകരിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്. ആൺകുട്ടി ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ആ പെൺകുട്ടി പറയുന്നുണ്ട് മൻമോഹൻ സിംഗ്. ആരാണ് പ്രസിഡന്റ്? അങ്ങനെ പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആര്? അങ്ങനെ ചോദിച്ച് പോവുക. ആ വയലിലുള്ള ആൾക്കാർ വിചാരിച്ചു എന്തൊരു നല്ല മക്കള്. അപ്പോൾ അത് കഴിഞ്ഞു. വൈകുന്നേരം കണ്ട് വരുന്നുണ്ട് മക്കള്. വൈകുന്നേരം വരുന്ന സമയത്തോടെ കൃഷിക്കാരുണ്ട്, കർഷകരുണ്ട്. ഈ സമയത്ത് ഇവർ വരുന്ന സമയത്ത് പെൺകുട്ടി ആൺകുട്ടിയോട് പറയുന്നുണ്ട് മുഖത്തടിക്കൊടാൻ എന്നെ ഞാൻ അറിയുന്നുണ്ട്, കാലൊടിക്കും ഞാനെന്ന് പെൺകുട്ടി ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഭയങ്കര ബഹളം. ഈ സമയത്ത് കർഷകർ ചോദിച്ചു എന്തേ പറ്റിയ മക്കളെ നിങ്ങൾക്ക്? അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ശിഷ്യനും ഗുരുനാഥനുമായിട്ട് കളിക്കുകയായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ബാപ്പയും ഉമ്മയും ആയിട്ട് കളിക്കുക. അങ്ങനെ ഒരിക്കലും ആകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ സനീദ് മാഷ് നമ്മളെ റിട്ടയർ ചെയ്യാണ്. ഒരുപാട് കുട്ടികളെ സ്നേഹിച്ചിരുന്ന അധ്യാപകരിൽപ്പെട്ട ഒരു അധ്യാപകനാണ് സാറെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഈ ക്ലസ്റ്റർ മീറ്റിങ്ങിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ നിശബ്ദനായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ടീച്ചേഴ്സ് 2 രീതിയിലാണുള്ളത്. ചില ടീച്ചേഴ്സ് HMs ഒക്കെ ഒരു ചെറിയൊരു മതിലുണ്ടാക്കും, എന്നിട്ട് പറയും വൻമതിലുണ്ടാക്കി എന്ന് പറയും, ചൈനയിലെ വൻമതിൽ. വേറെ ചില ആൾക്കാർ വലിയൊരു ചൈനയിലെ വൻമതിലുണ്ടാക്കും,
അതെന്ത് ചെയ്യില്ല, പറയുകയില്ല. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു സനീദ് മാസ്റ്റർ. എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നുള്ളൂ. ദൈവം അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. അദ്ദേഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മയും അദ്ദേഹത്തെയും പൊതിമാറാട്ടെ. ഈ മാഗസിനിൽ പറയുന്നുണ്ട് നമ്മുടെ വിദ്യാലയം ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം, അടുത്ത പ്രാവശ്യം അവാർഡിന് വേണ്ടി ക്ഷണിക്കുന്ന സമയത്ത് അവാർഡിന് വേണ്ടി കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ചെയ്തു കൊടുക്കുന്നു. ഈ പുള്ളിപ്പാടം സ്കൂളിൻ്റെ 60-ാം വാർഷികവും അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ നിന്ന് പിരിയുന്ന സിനീസ് മാസ്റ്റർക്കുള്ള യാത്രയപ്പ് യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ പുള്ളിപ്പാടത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേവലം ഒരു 10-18 കൊല്ലം മുമ്പ് ഈ പുള്ളിപ്പാടത്തെത്താൻ തോണിയിലല്ലാതെ, കടവ് കടന്നിട്ടല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സമയത്ത് ഒരു പക്ഷേ അധ്യാപകരൊക്കെ തന്നെ ഈ സ്കൂളിൽ വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ സ്കൂളിൽ അധ്യയനം തുടങ്ങുകയും ഈ പ്രദേശത്തിലെ ഒരംഗമായി മാറുകയും ചെയ്ത ബഹുമാന്യനായ സിനീസ് മാസ്റ്റർ, അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്നറിയാൻ കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിന് ശിഷ്ടകാലവും അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതവും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ബാസുരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 60-ാം വാർഷിക പരിപാടിക്കും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾക്കൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഭാരത്. നമ്മുടെ സ്കൂളിൽ നിന്ന് പിരിയുന്നു അധ്യാപകൻ. അദ്ദേഹം ഈ കുട്ടികളെ സ്നേഹിച്ചു, അതുപോലെ തന്നെ സ്കൂളിനെ സ്നേഹിച്ചു, മറ്റ് അധ്യാപകരെ സ്നേഹിച്ചു, രക്ഷിതാക്കളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരു ഗുരുദക്ഷിണ എന്ന് പറയുന്ന യാത്രയപ്പിൽ എനിക്ക് പങ്കെടുത്തതിൽ ഞാനും കൂടി പങ്കെടുക്കുന്നു, അത് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും നമ്മുടെ ഈ ഗ്രാമം ശാസ്ത്രീയപരമായിട്ടുള്ള വളരെ അധികം അടുക്കും ചിട്ടയോടും കൂടി ആ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതാണ് ഒരു വികസനത്തിൻ്റെ കാര്യം, സ്കൂളിൽ പുരോഗതിയുടെ കാര്യം, നാടിൻ്റെ പുരോഗതിയുടെ കാര്യം. മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത്. ഇവിടെ ഒരു വർഷം രക്ഷിതാക്കളും അധ്യാപകരും മറ്റും പഠിപ്പിച്ച അവർ പരിശീലനം കൊടുത്ത കലാവിരുന്നുകൾ സമൂഹത്തിന് മുമ്പാകെ അവർക്ക് കൊടുക്കുന്ന അംഗീകാരമായിട്ട് ആയിരിക്കും ഈ വാർഷിക യാത്രയപ്പ് യോഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ ഈ പൊതു സ്ഥാപനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ മറ്റ് കുത്തകക്കാരുടെയും മറ്റ് വൻകിടക്കാരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയും അവിടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ അവർ ഉള്ള ഈ പ്രാഥമികമായിട്ടുള്ള അറിവുകളും മറ്റു കാര്യങ്ങളും പഠിക്കാൻ പറ്റാതെ സ്കൂളിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ ഈ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ഇതുപോലെയുള്ള പൊതുമേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിട്ട് ഈ സ്ഥാപനത്തിനെ സഹായിക്കണമെന്ന് മാത്രമാണ്. മണ്ണിൻ്റെ മക്കൾ എന്നാണ് ഇതിൻ്റെ ഈ ചെറിയ ഈ കവിതാ സകലനത്തിൻ്റെ പേര്. ഒരു ഈണങ്ങൾ ഒക്കെ തന്നെ എനിക്ക് അറിയില്ല, എങ്കിലും ചെറിയ ഒരു മെസ്സേജ് ഇതിൽ ഉണ്ട്. നമ്മളെല്ലാവരും ഇത് എത്ര ഉയർന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, അവരെ സഹായിക്കണം എന്നുള്ള നിലയിൽ മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. തുലാപ്പത്ത് കഴിഞ്ഞാലും മാനം തെളിഞ്ഞാലും ആറ്റിലും കാട്ടിലും അന്തിക്കുറങ്ങുന്നോർ പാതിര പൂങ്കോഴി കൂവൽ കേട്ടുണരുന്ന ഊരുകളൊക്കെയും കൂടൊഴിഞ്ഞിടുന്നു, ഊരുകളൊക്കെയും കൂടൊഴിഞ്ഞിടുന്നു. മണ്ണിലും വിണ്ണിലും വേലി കെട്ടില്ലിവർ
കരുത്തുറ്റ കൈകളാൽ മേൽമണ്ണ് കിളച്ചൊതുക്കി വിളക്കനിക്കായവർ വിഴപ്പൊഴിക്കിടുന്നു. ഒരുപാട് തലമുറ അടിമത്തച്ചുമടേന്തി ഹരിതമാം മലയെല്ലാം മൊട്ടക്കുന്നായി മാറി. എല്ലാ ഭാവങ്ങളും ആശംസകളും ഈ യാത്രയപ്പ് യോഗത്തിനും മറ്റ് ഈ വാർഷിക പൊതു സമ്മേളനങ്ങൾക്കുമൊക്കെ തന്നെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. അപ്പോൾ ഈ 60-ാം വാർഷികത്തിൽ ഇതിൻ്റെ പരിപാടിക്ക് നമ്മുടെ മൂസാൻകുട്ടി മാഷും അതുപോലെ അവരുടെ ടീച്ചേഴ്സും എല്ലാവരും വളരെയധികം അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ ഫലമാണ് ഇവിടെ ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ യാത്രയപ്പ് നൽകുന്ന സീനിയേഴ്സ് മാസ്റ്റർ, ഞങ്ങളുടെ ഭാഗത്തുള്ള കുട്ടികൾ മാസ്റ്റർ പോരുമ്പോഴും ഉണ്ടാവും, 2-3 കുട്ടികൾ ബാക്കിൽ അങ്ങോട്ട് പോകുമ്പോഴുണ്ടാവും. ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാസ്റ്റർ പോണത് കൊണ്ട്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഒറ്റ വാക്ക് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പൊതുവിദ്യാഭ്യാസം ഇന്ന് വളരെയധികം പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആശയുടെ ഒരു പ്രതീക്ഷയായിക്കൊണ്ട് ഇത്തരം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിപ്പാടം GLP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ 60 വർഷം മുമ്പ് നമ്മുടെ നാട്ടുകാർക്ക് അക്ഷരം പറഞ്ഞുകൊടുത്ത ഒരു മഹത് സ്ഥാപനം ഇന്ന് വളർച്ചയുടെ ഒരുപാട് പടവുകൾ താണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ അസഹിഷ്ണുത കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്തൊരു സമൂഹം വളർന്നു വരുമ്പോൾ അവിടെ ജോസഫിനും മുഹമ്മദിനും മുസ്തഫയ്ക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരേ ആശയങ്ങൾ പഠിക്കുകയും ഒരേ ഭക്ഷണം വിളമ്പുകയും ഒരേ ഭക്ഷണം കൊടുക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായി പൊതുവിദ്യാലയങ്ങൾ മാറുകയാണ്. ഒരേ വിഭാഗം തന്നെ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചതുകൊണ്ട് സമൂഹത്തിന് രാജ്യത്ത് അസഹിഷ്ണുത കൂട്ടാൻ ഒതുങ്ങും എന്നല്ലാതെ റിസൾട്ട് മറ്റൊന്നായി മാറുന്ന സാഹചര്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗത്തിന്റെ തന്നെ ഏറ്റവും താഴ്ന്ന ജാതിക്കാർ ഉന്നത നിലവാരത്തിലെങ്ങാനും എത്തിപ്പോകുമോ എന്ന സംശയം തോന്നി തുടങ്ങിയാൽ അവനെ നിഷ്കരണം അവർ ചെയ്യാനും കശാപ്പ് ചെയ്യാനും ഇന്ന് ഭരണകൂടം തന്നെ നേതൃത്വം നൽകുന്ന ഭരണകൂട ഭീകരതയാണ് ഇന്ന് നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് പുള്ളിപ്പാടം സ്കൂളിനെ പോലെയുള്ള സ്കൂളുകളുടെ പ്രസക്തി. അവിടെയാണ് മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും പ്രവർത്തന മണ്ഡലമായ സ്കൂളുകൾ ഉയരേണ്ടതും വളരേണ്ടതും എന്ന് മാത്രം ഈ തരുണത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാന്യ സയ്യിദ് മാസ്റ്റർ ഇവിടെ 16 വർഷം സേവനം ചെയ്തിരുന്ന് ഈ മാസം അവസാനം പിരിയുകയാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടികൾ വലുതായി അവർ ഉന്നത നിലവാരത്തിലെത്തുമ്പോൾ അവർ വന്ന് ഞാൻ മാഷെ ഇന്ന സ്റ്റേജിലെത്തിയിട്ടുണ്ട്, ഇന്ന ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷം മാത്രമാണ് ഞങ്ങളുടെ പ്രതിഫലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് തലമുറകളെ ഭാവി ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ സാധിച്ച സയ്യിദ് മാഷയുടെ തുടർ ജീവിതവും ഭാവി ജീവിതവും ഭാസുരമാകട്ടെ. ദൈവം തമ്പുരാൻ അതിന് അനുഗ്രഹിക്കട്ടെ. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ യാത്രാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. യാത്രയപ്പ് സമ്മേളനമാകുമ്പോൾ ഇന്ന് മാത്രമല്ല ഒരു നാടിൻ്റെ സാംസ്കാരിക നിലയമായി മാറണം വിദ്യാലയങ്ങൾ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആ 100% ഈ നാടിൻ്റെ സാംസ്കാരിക നിലയമായി മാറിയ ഈ പുള്ളിപ്പാടം GLP സ്കൂളിൻ്റെ 60ാമത് വാർഷികത്തിൽ പങ്കെടുക്കുമ്പോൾ തൊട്ടടുത്ത സ്കൂളിലെ പ്രധാനാധ്യാപകനായ ഞാൻ ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വളരെ തെറ്റായിപ്പോകുന്ന എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. 20 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു 2 റൂമിൽ ചോർന്നുറയ്ക്കുന്നൊരു ക്ലാസ് റൂമാണ്. ഇവിടെ കുട്ടികളിരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത കിഴക്കേത്തലയിൽ നിന്ന് പോലും ദൂരെയുള്ള ഓടായിക്കൽ സ്കൂളിൽ കുട്ടികൾ വന്നുകൊണ്ടിരുന്ന അവസ്ഥ. അതിനുശേഷം ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ജനകീയ കൂട്ടായ്മ ഇവിടെ സൂചിപ്പിച്ചു. പൊതുവിദ്യാലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനകീയ കൂട്ടായ്മയാണ്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നനഞ്ഞു ചോർന്ന് കൊല്ലിച്ചിരുന്ന ഒരു ക്ലാസ് റൂമിൽ നിന്നും
ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂൾ ബിൽഡിങ്ങും ഏറ്റവും മികവുറ്റ വിദ്യാലയവുമായി കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇത് മാറ്റിയെങ്കിൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഈ വേദിയിലിരിക്കുന്ന കുറേ നേതാക്കന്മാർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മൺമറഞ്ഞു പോയ കുറേ പൂർവികരൊക്കെ വളരെ ത്യാഗം സഹിച്ചതിൻ്റെ ഫലമാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു വിദ്യാലയം, ഒരു നാടിൻ്റെ ഉത്സവം. ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ വിദ്യാലയങ്ങൾ എന്നും ഈ നാടിൻ്റെ വിളക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, ഒരു വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകൻ പറയുന്നത് ഒരു കപ്പലിൻ്റെ കപ്പൽത്താൻ പോലെയാണ് പറയുന്നത്. അതിനെ കാറ്റും കോളിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ട് അതിനെ നാട്ടുകാർക്ക് വേണ്ടി ശരിയായ ദിശയിലേക്ക് മാറ്റാൻ കഴിവുള്ള ഒരു പ്രധാനാധ്യാപകൻ വരുമ്പോൾ ആ കപ്പല് ശരിയായ ദിശയിലേക്ക് അടുക്കും, ശരിയായി അതിൻ്റെ കരയിലടക്കും. അതിന് തെളിവാണ് ഇവിടെ ഇതിനു മുമ്പ് ഒരുപാട് പ്രധാനാധ്യാപകർ മാറി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, 6 കൊല്ലം മുമ്പ് ഈ സ്കൂളിൽ പ്രധാനാധ്യാപകന് ഗ്രേസി ടീച്ചർക്ക് യാത്രയയപ്പ് കൊടുക്കുവാൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഇവിടെ വാർഷികം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നും 100 കണക്കിന് രക്ഷിതാക്കൾ മാറിക്കൊണ്ട് ഈ വിദ്യാലയത്തിലെ 100 കണക്കിന് വിദ്യാർത്ഥികളെ വാർഷികം നടത്തുവാൻ വേണ്ടി ആടാനും പാടാനും ഡാൻസ് ചെയ്യാനുള്ള രീതിയിലേക്ക് പുള്ളിപ്പാടം മാറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മതേതരത്വത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ പൊതുവിദ്യാലയ കുഞ്ഞുങ്ങൾ ഒന്നിച്ചു മാറ്റാൻ വേണ്ടി പുള്ളിപ്പാടത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വികസനം, ഈ മാറ്റം വളരെ സന്തോഷത്തോടുകൂടി ഈ നാട്ടുകാരായ അയൽവക്കത്തെ സ്കൂളിലെ പ്രധാനാധ്യാപകനായ ഞാൻ കാണുന്നു. അതിന് ഇവിടുത്തെ നേതൃത്വം കൊടുക്കാൻ നമുക്കറിയാം, എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ദിശ കാണിച്ചു കൊടുക്കാൻ, ചൂണ്ടിക്കാണിക്കുവാൻ ഒരാൾ വേണം. അതാണ് മൂസക്കുട്ടി മാഷ് ഇവിടെ വന്നത്. മൂസക്കുട്ടി മാഷ് വന്നതിന് ശേഷം പുള്ളിപ്പാട സ്കൂൾ ഒരുപാട് മാറ്റമുണ്ടായി. ഒരുപാട് ആൾക്കാരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു മാലയിലെ മുത്തുകോളുകളെ ഒന്നുപോലെ ആക്കിക്കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഫലമായിട്ടാണ് ഇവിടെ കാണുന്ന ഈ മാറ്റങ്ങൾ. ഇതുപോലെ മൂസക്കുട്ടി മാഷെ പോലെ ഒരുപക്ഷെ വേറെ ഒരു മാഷ് വരും, അദ്ദേഹത്തിനും പല ചെയ്യാം. അന്നൊക്കെ എല്ലാം മറന്നുകൊണ്ട് നാടിന്റെ വിളക്കാണ്, നാടിന്റെ അഭിമാന സ്തംഭമാണ് പൊതുവിദ്യാലയം. ഇവിടെ അബ്ദുറഹ്മാൻ മാഷ് സൂചിപ്പിച്ച പോലെ ജനങ്ങള് പണിയനായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ജോസഫായാലും രാമനായാലും മുഹമ്മദായാലും ഒന്നിച്ചിരുന്ന് ഒരു ബെഞ്ചിൽ പഠിക്കുമ്പോൾ മാത്രമേ ഈ രാജ്യത്തിന്റെ മതേതരമാവുള്ളൂ. അവന്റെ തോളിൽ പരസ്പരം കൈയിട്ടുകൊണ്ട് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നുള്ള മുട്ടയും പാലും കഴിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സൗജന്യ പാഠപുസ്തകം വഹിച്ചുകൊണ്ട് അവൻ പഠിക്കുമ്പോൾ അവൻ ഈ നാട്ടിലെ വിവരങ്ങൾ അറിയാൻ കഴിയും. അങ്ങനെ ഈ വിദ്യാലയം മാറ്റിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക് ഓടായിക്കൽ സ്കൂളിന്റെ ഒരു അധ്യാപന എന്ന നിലയിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയും നിലമ്പൂർ ഉപജില്ലാ ഹെഡ് മാസ്റ്റർ ഫോർത്തിന്റെ എല്ലാ വിജയങ്ങളും ലഭിക്കുന്നു. അതുപോലെ എന്റെ സിനീദ് മാഷ് നിങ്ങളുടെ മാസികയിൽ നിങ്ങൾ ഇറങ്ങിയ ആ മുഖപത്രത്തിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്കൂളിൽ വരുമ്പോൾ അദ്ദേഹം ഒരു അറബി അധ്യാപകനാണ്. അറബി അധ്യാപകർക്ക് ചെയ്യാൻ ഉപരിയായിട്ട് ഒരുപാട് കാര്യം, പ്രത്യേകം IT മേഖലയിൽ, കമ്പ്യൂട്ടർ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിലുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, ഒരു രക്ഷിതാവ് തോടായിക്കൽ സ്കൂളിൽ എന്നെ വിളിച്ചു. പുള്ളിപ്പാട സ്കൂളില് അപേക്ഷകള് എന്തിനുള്ള അപേക്ഷയുണ്ട്, അതായത് കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ട് മാഷ് കൊടുക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ തരില്ല എന്ന് ഏതോ ഒരു രക്ഷിതാവ് എന്നെ ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ്, ഞാൻ സിനീദ് മാഷെ വിളിച്ചു. അപ്പൊ മാഷ് പറഞ്ഞു, മാഷെ അതിനകത്ത് ഒരു കാര്യമില്ല, കമ്പ്യൂട്ടറിൽ ഇന്ന ഒരു വരി ചേർത്താൽ മതി എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ എൻ്റെ സ്കൂൾ അധ്യാപകരെ വിളിച്ചു പറഞ്ഞു, സിനീദ് മാഷുമായിട്ട് ബന്ധപ്പെടാതെ നമ്മുടെ സ്കൂൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്കൂളിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി ഇലക്ഷൻ വരുമ്പോഴായാലും അതുപോലെ ഏത് കാര്യത്തിനോ ആര് വന്നാലും രാഷ്ട്രീയമില്ലാതെ ജാതിയില്ലാതെ സ്കൂളിനെ സമൂഹത്തോട്, അവിടെയാണ് സമൂഹത്തെ വിദ്യാലയത്തെ അടുപ്പിക്കാനുള്ള കണ്ണിയായിരുന്നു സിനീദ് മാഷ്. അദ്ദേഹം ചെറിയൊരു വലിയ മനുഷ്യനാണ്, കാഴ്ചയിൽ ചെറുതാണെങ്കിലും അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, എല്ലാവർക്കും മാതൃകയായ എൻ്റെ സിനീദ് മാഷക്ക് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യം തരികയും അദ്ദേഹത്തിന്റെ ഭാവി ഏത് രീതിയിലാണോ അദ്ദേഹം ആഗ്രഹിച്ചത് ആ രീതിയിൽ സർവശക്തൻ നടത്തി കൊടുക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ, 3 മിനിറ്റ് കൊണ്ട് 3 പതിറ്റാണ്ടിൽ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രീതി നമുക്ക് വിളമ്പിയിട്ടുണ്ട്. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ആ കുടുംബത്തിൽ കുട്ടികൾ എങ്ങനെ വളരണം എന്ന് വളരെ വിസ്തരം 3 മിനിറ്റ് കൊണ്ട് 3 പതിറ്റാണ്ട് 30 വർഷം നമ്മൾ ചിന്തിക്കേണ്ട രീതിയിലേക്ക് ഈ യോഗത്തെ മാറ്റിയ ഒരു അർത്ഥഗംഭീരമായ മുഖ്യപ്രഭാഷണം നടത്തിയ എൻ്റെ ബഹുമാനപ്പെട്ട DDA ഈ പാതിരാ സമയത്ത് ഇതുപോലുള്ള ഗ്രാമപ്രദേശം ഒന്ന് ഞങ്ങൾക്ക് സന്ദേശം നൽകിയ അങ്ങയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ആദ്യമായി തന്നെ നിങ്ങൾ ഈ നൽകിയ യാത്രയപ്പിനും ഉപഹാരത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ നന്ദി വാക്കുകൾക്കൊക്കെ അഖേദവകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ 1988 ഓഗസ്റ്റ് 3 വയനാട് ജില്ലയിലെ ബാവലി GUP സ്കൂളിൽ നിന്നാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്.
അന്ന് അവിടെ പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ പുഴ കണ്ട് ഇന്ന് രാവിലെ പൂർവാധ്യാപക മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു. ജൂൺ മാസത്തിലെ പുഴ കണ്ട് പല അധ്യാപകരും ഇവിടെ വന്ന് വേഗം DDയിൽ പോയി അവർക്ക് വേറെ പോസ്റ്റിംഗ് തരമാക്കി ഇവിടുന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയായി. അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഈ ബാവലി. കാട്ടുമൃഗങ്ങളുടെ ശല്യം, കാട്ടാനകൾ മേഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇതേപോലെ ഞാനും കൽപ്പറ്റയിലുള്ള DD ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ കാര്യം പറയുകയും അവരത് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഉടൻ തന്നെ എനിക്ക് മുത്തങ്ങക്കടുത്തുള്ള കല്ലൂർ GHS ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറ്റം തരികയും ചെയ്തു. അവിടെ നിൽക്കുന്ന അവസരത്തിലാണ് മലപ്പുറം ജില്ലയിലെ കാട്ടിലങ്ങാടിയിലേക്ക് ഇവിടുത്തെ PSC ലഭിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ GLP സ്കൂൾ കേപുരം സ്കൂളിലേക്ക് മാറുകയും അവിടുന്ന് അഞ്ചച്ചാവടിയിലേക്ക് വരികയും 2000 ജൂൺ 23-ന് പുള്ളിപ്പാടം GLP സ്കൂളിൽ എത്തുകയും ആണുണ്ടായത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഒരു അന്നമ്മ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, അന്ന് 2-3 ആൾക്കാർ ഇവിടേക്ക് ആരും വരലില്ല. എന്നാൽ ഉടൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് വേഗം തടി തപ്പുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ എത്തിച്ചേരാൻ. ഈ റോഡുണ്ടായിരുന്നില്ല, മുണ്ടേങ്ങര റോഡുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് അതിലും കഷ്ടമായി. ഇവിടെ കാട് മൂടി കിടക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് പുഴ കടന്നു വരവ് എത്ര നേരത്തെ പോന്നാലും ഏറ്റവും നേരത്തെ എത്തണമെങ്കിൽ അരമണിക്കൂർ തന്നെയെങ്കിലും പുഴവക്കത്ത് കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്നുള്ളത്. അതിനെ ടീച്ചർ പറഞ്ഞു, ഞാൻ പോകുന്നത് വരെ നിങ്ങൾ ആരും ഇവിടുന്ന് ട്രാൻസ്ഫർ കൊടുക്കരുത്. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും സമ്മതിച്ച് 2 ആൾക്കാർ പോയി. ശേഷം ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ സ്ഥലം പിടിക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ ഇന്നുള്ള ടീച്ചർമാർ കുറേ ആൾക്കാർ അന്ന് ഡെയിലി വേജ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് ഇവിടെ വന്ന് 5 കൊല്ലം ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ഇവിടുത്തെ രക്ഷിതാക്കളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ ആ നല്ല മനസ്സ്, ഈ സ്കൂളിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാനും എന്തൊരു മീറ്റിംഗ് വിളിച്ചാലും എല്ലാത്തിനും അവർ വളരെ റെഡിയായിട്ട് ഒരു ഗ്രാമത്തിൻ്റെ ആ സുഖം എല്ലാ അധ്യാപകരെയും അത്രയും സ്നേഹിച്ചാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ഇന്ന് രാവിലെ വന്ന ആ ടീച്ചർമാരൊക്കെ പറഞ്ഞത് അതാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വളരെ ഇവിടുന്ന് പോകാൻ ഇഷ്ടണ്ടായിട്ട് പോയതല്ല, ഞങ്ങളുടെ ഈ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പുഴ തീരെ കാണാത്ത ആൾക്കാർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഒതായിൽ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പുഴയൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ അതൊക്കെയായിരുന്നു. ഞാൻ കൂടുതൽ ഇവിടെ വന്ന് എൻ്റെ അനുഭവങ്ങളൊക്കെ കുറേ പറയാനുണ്ട്. അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് സമയം വൈകും. അതുകൊണ്ട് ഞാൻ ഇനി നമുക്ക് ഏതാണ്ട് എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 10-16 വർഷമായി ഈ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട്, അയൽപ്രദേശത്തും ആയതുകൊണ്ട് എന്നെ കുട്ടി കൂടുതൽ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഈ സ്കൂള് ഇപ്പോൾ നല്ലൊരു ടീമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റാഫും എല്ലാത്തിനും ഇവിടെ എല്ലാ പോസ്റ്റിലും ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു അവസരമൊന്നും ഇവിടെ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തലവനെയാണ് നമുക്ക് കിട്ടിയ. അദ്ദേഹം ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ച് സ്റ്റാഫ് കൗൺസിൽ അത് അംഗീകരിച്ച് എല്ലാവരും അംഗീകരിച്ച് അതനുസരിച്ചാണ് ഇവിടെ പഠന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗവൺമെൻറ് 8 പീരീഡ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ അതിവിടെ നടപ്പാക്കുകയും പിന്നീട് എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് ഉള്ള സമയം 8 പീരീഡ് ആക്കുന്ന ഒരവസ്ഥയാണ് സംസ്ഥാനത്തൊക്കെ ഒട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 10:30 തുടങ്ങുന്ന സ്കൂള് 10:10 വെല്ലടിച്ച് 4:30 വിടുന്ന ഒരവസ്ഥയാണുള്ളത്. പഠനത്തിൽ പല നിലക്കും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഒരു പീരീഡ് ഇവിടെ കണ്ടെത്തിയിട്ട് അവർക്ക് ആ പരിഹാര ബോധനം എന്നുള്ള നിലക്ക് ഒരു ക്ലാസ് ഇവിടെ നൽകുന്നുണ്ട്. ആ
ആ ക്ലാസ് കൊണ്ട് ഒരുപാട് ഉപയോഗം ആ രക്ഷിതാക്കളൊക്കെ വളരെ സന്തുഷ്ടരാണ്. ആ കുട്ടികളിപ്പോൾ ഏതാണ്ട് മറ്റു കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി നീട്ടി പറയുന്നില്ല. എല്ലാവർക്കും ഈ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ തന്ന സ്നേഹവിരുന്നിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേദിയിലുള്ള വിദ്യാഭ്യാസ മേധാവികളെയും അതുപോലെ തന്നെ ഈ നാടിൻ്റെ നായകരെയും സാക്ഷി നിർത്തി പറയാനുള്ളത്, ഈ വിദ്യാലയത്തിൻ്റെ ശക്തി ഈ നാട്ടിലെ നാട്ടുകാരും അമ്മമാരും SMC അംഗങ്ങളും SSG അംഗങ്ങളും അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് ഏറ്റെടുത്ത് നടത്താൻ അവർ രംഗത്ത് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതി. അതിനൊപ്പം ഞങ്ങൾ നിന്നു കൊടുക്കുന്നു എന്നല്ലാതെ വിദ്യാലയത്തിലെ അധ്യാപകരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളും അല്ല. ഇതിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ അമ്മമാരും ഈ നാട്ടുകാരും ഈ രക്ഷിതാക്കളും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ പന്താർ മുഹമ്മദ് സാർ അവർകളോടുള്ള വളരെ അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. യോഗം ഉദ്ഘാടനം ചെയ്ത മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റുക്കിയ കണ്ണിയൻ അവരോടും ഉള്ള നന്ദി വിദ്യാലയത്തിന് വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുകയും ഒട്ടേറെ തിരക്കിനിടയിലും യോഗത്തിനിടെ സമയം കണ്ടെത്തിയ ബഹുമാനപ്പെട്ട DDE ശ്രീ സഫറുല്ലാ സാർ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലെത്തിയതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹം വളരെ ത്യാഗം സഹിച്ച് ഇവിടെ എത്തിയതിനുള്ള അഗൈതവുമായ നന്ദി ഈ സ്കൂളിൻ്റെയും ഈ നാട്ടുകാരുടെയും പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സന്നിധരായ പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ നിലമ്പൂർ AEO ശ്രീ വിജയൻ സാർ, ഒരുപാട് ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതിലേറെ എൻ്റെ അമ്മമാരോട്, എൻ്റെ രക്ഷിതാക്കളോട്, നാട്ടുകാരോട്, അനവധി ദിവസങ്ങളോളമായി ഈ പ്രവർത്തന ഗോതയിൽ രംഗത്തിറങ്ങിയ വളണ്ടിയർമാർ, അതുപോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ ഒരു കല്യാണത്തിൻ്റെ തലേന്ന് നടക്കുന്ന രൂപത്തിലുള്ള പ്രതീതിയിൽ ഒട്ടനവധി സേവനങ്ങൾ അനുഷ്ഠിച്ച അമ്മമാർ, അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. സിനീദ് മാഷ് ഈ വിദ്യാലയത്തിൻ്റെ നെടും തൂണായിരുന്നു. മാത്രമല്ല ഇവിടെയുള്ള അക്കാദമികവും അതുപോലെ തന്നെ റെക്കോർഡ് കൈകാര്യം ചെയ്യുന്നതിലും വളരെ വിദഗ്ധനായ സിനീദ് മാഷുടെ സർവീസിൽ നിന്നുള്ള വിരമിക്കൽ ഈ വിദ്യാലയത്തിന് തീരാ നഷ്ടമാണ്. ഒരുപാട് കാലം എടുക്കും അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ എന്നുള്ളത് തീർച്ചയാണ്. ഈ സമയത്ത് മാർച്ച് 31 കഴിഞ്ഞാൽ വിരമിക്കുകയല്ലാതെ മാർഗമില്ല എന്നുള്ളത് കൊണ്ട് വളരെ ദുഃഖത്തോടു കൂടി എന്ന് പറയാൻ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഏതായാലും സ്നേഹത്തോടു കൂടിയുള്ള ഒരു യാത്രയപ്പ് ഈ നാട് സിനീദ് മാഷിക്ക് നൽകുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഈ യാത്രയപ്പ് യാത്രയാക്കിയാൽ പോലും മാഷ് ഈ വിദ്യാലയത്തിനോടുമായി എന്നും ബന്ധപ്പെടുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഏതായാലും വരും കാലങ്ങളിലുള്ള മാഷുടെ ജീവിതം വളരെ സന്തോഷപ്രദമാവട്ടെ എന്ന് അവസാനമായി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയപ്പ് മാഷക്ക് നൽകിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അനാഥ ദുഃഖം മൂടി നിൽക്കും ശൂന്യത, അന്ധകാരം മർദ്ദനങ്ങളിൽ അടിമവർഗം അടിഞ്ഞു വീഴും യാതന, അന്ധകാരം അന്ധകാരം.
നാഥൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തിപ്പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. സിരകളിൽ പ്രളയവും മിഴികളിൽ ഗ്രീഷ്മവും നടകളിൽ തീമഴയുമേൽക്കുവിൻ കൂട്ടരേ. അകനാക്കിലഗ്നിയുടെ വാക്കിൻ വസന്തം പൊരുതുന്ന മർത്യന്റെ പൊരുളായുയർത്തുവിൻ. നക്ഷത്രകോടികൾ നാഴികക്കല്ലുകൾ സൂര്യനും ചന്ദ്രനും കാവൽ തിടമ്പുകൾ കൈവിലങ്ങാദ്യം തെറിക്കട്ടെ മായാത്ത മോചന സ്വപ്നം കുറിക്കട്ടെ മർത്യൻ. ഉന്മാദ നൃത്തം തുടങ്ങട്ടെ ദിക്കുകൾ മനുജന്റെ നെഞ്ചിൽ മുഴങ്ങട്ടെ ദുന്ദുഭി. ഇവനെ ബന്ധിക്കുക. ഇവൻ ന്യൂസിന്റെ നിഷേധി. ഇവൻ അധീനിയുടെ കാമുകൻ. ബന്ധനത്തിൽ പിടഞ്ഞുഴലും മധ്യഹൃദയം കീറുവാന കാളരാത്രി വട്ടമിട്ടു പറന്നു വന്നു രാപരുന്തുകൾ. രക്തദാഹം തീർക്കുവാനായി കൂട്ടമോടെ പറന്നു വന്നവ ചിറകടിച്ചു കൊടും കൊക്കുകൾ കരളിലാട്ടിയാവുതോറും. ഹൃദയപുഷ്പം പുലരിതോറും തിരികെ അവനിൽ പൂത്തുനിന്നു ജീവരക്തം സിരയിലൊഴുകി വിഴികളേന്തി അഗ്നിനാളം. കഴുകനെ കൊണ്ടെന്റെ ഹൃദയം മുറിക്കിലും കഴുമരം നീട്ടിയൻ മുതുകിൽ തളയ്ക്കിലും ഒരു തുള്ളി രക്തത്തിണർപ്പിൽ നിന്നായിരം രക്തപുഷ്പങ്ങൾ ഉയിർത്തെഴുന്നേറ്റിടും. നീതിപീഠങ്ങളെ നിങ്ങൾക്കുമീതയൻ, നീതിപീഠങ്ങളെ നിങ്ങൾക്കുമീതയൻ പുലരാ പുലരി ചുവന്നുദിക്കും. Nod your head to the earth.
ധീം ത തും ത ക ത കും ത രി ത കു കും ത രി തൈ ത ത ധിം കിൻ ന തും തും ത ധിം ത തും ത ക ത കും ത രി ത കു കും ത രി തൈ ത ത ധിം കിൻ ന തും തും ത ധിം ത തും ത ക ത കും ത രി ത കു കും ത രി തൈ ത ത ധിം കിൻ ന തും തും ത ധിം ത തും ത ക ത കും ത രി ത കു കും ത രി തൈ ത ത ധിം കിൻ ന തും തും ത ധിം ത തും ത ക ത കും ത രി ത കു കും ത രി തൈ ത ത ധിം കിൻ ന തും തും ത ധിം ത ക ത കും ത രി കു കും ത രി തും ത ധിം തും ത ധിം ത ക ത കും ത രി കു കും ത രി തും ത ധിം ത ധിം ത ത കും ത രി ത ധിം ത കു കും ത രി തും ത ധിം ത ധിം കിൻ ന തും ക ത ക ത ക തും ക ത ക ത ക തും ക ത ക ത ക തും തും ത ധിം ത ധിം കിൻ ന തും ത ക ത ക ത ക തും ത ക ത ക ത ക തും ത ക ത ക ത ക തും തും ത ധിം കിൻ ന തും ത ക തി കു ക ത ക ത ക തും ത ക തി കു ക ത ക ത ക തും ത ക തി കു ക ത ക ത ക തും ഏഴില കണ്ണകിയും ഏത് പുകൾ കോവല
മകന മാധവീത മൂടൽ കൂടിയ കോവലൻ ഇല്ലറോ മറന്ന ആടൽ മകന മാധവീത മൂടൽ കൂടിയ കോവലൻ ഇല്ലറോ മറന്ന ആടൽ മകന മാധവീത മൂടൽ കൂടിയ കോവലൻ ഇല്ലറോ മറന്ന ദസദ മഗ മദ സാദ മഗരി ദസദി സരി ഗ മദ മദ മഗ മദ മദ സ ദസരി ഗ മഗരി സ ദഗരി ഗ സരി ദസ ദര മഗരി ഗ മദ കണികേ മകളുടൻ കൂടിയ പാടിൽ നളിനിക ശൽഭം തുലയ കോവലൻ കണ്ണകി സിലമ്പൈ മധുരൈ ദീർഘ കൽവനൽ കാവലൻ കൊன்ற ഏഴിലാർ കണ്ണകിയോ തേരാമന പാരാ
അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പൊരുളെ അണികളിൽ ചേർക്കണേ ആയിരം നാളിൽ ഞാൻ അണയുമ്പോൾ ഹൈറേനിക്കേകണേ യാ അല്ലാഹ് യാ മൗലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അല്ലാഹ് യാ മൗലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് അലിവിൻ പൊരുളെ അണികളിൽ ചേർക്കണേ അല്ലാഹ്. സന്മാർഗമേറെ സൃഷ്ടികൾ കേകും നാഥ, തെറ്റുകൾ ചെയ്യും മാനവർക്കെന്നും മാപ്പരുളുന്നതും നീയേ. ത്വാഹ റസൂലിൻ ത്യാഗങ്ങളാലേ ഞാൻ മറക്കുന്നു നൊമ്പരമേറെ. ൂരിരുൾ മൂടും കൽബകമാകെ വാഴ്ത്തുവതെന്നും നിൻ തിരുനാമം. അൽഹംദുലില്ലാഹ് അലിവിൻ പൊരുളെ അണികളിൽ ചേർക്കണേ അല്ലാഹ്. ആയിരം നാളിൽ ഞാൻ അണയുമ്പോൾ ഹൈറേനിക്കേകണേ അല്ലാഹ്. ആകാശം ഭൂമിയെ ആകെ പടച്ചുള്ള സർവാധിനാഥൻ നീയേ. ആത്മാവിലെന്നും തൗബകളാലേ തണലരുളുന്നതും നീയേ. ത്വാഹ റസൂലിൻ ത്യാഗങ്ങളാലേ ഞാൻ മറക്കുന്നു നൊമ്പരമേറെ. യാദുൽ ജലാലേ കാത്തരുളേണേ യാ റഹ്മാനേ വരമരുളേണേ. അൽഹംദുലില്ലാഹ് അലിവിൻ പൊരുളെ അണികളിൽ ചേർക്കണേ അല്ലാഹ്. ആയിരം നാളിൽ ഞാൻ അണയുമ്പോൾ ഹൈറേനിക്കേകണേ അല്ലാഹ്. യാ അല്ലാഹ് യാ മൗലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അല്ലാഹ് യാ മൗലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ് അലിവിൻ പൊരുളെ അണികളിൽ ചേർക്കണേ അല്ലാഹ്. ആയിരം നാളിൽ ഞാൻ അണയുമ്പോൾ ഹൈറേനിക്കേകണേ അല്ലാഹ്. ബാലോത്സവം വീണ്ടും വരവായി, ഉണ്ണികളെ മലരിൻ മുട്ടുകളെ ആടാൻ വാ പാടാൻ വാ ആടിപ്പാ
ആടിപ്പാടിയുണരാൻ വാ. ബാലോത്സവം വീണ്ടും വരവായി, ബാലോത്സവം വീണ്ടും വരവായി. കുഞ്ഞിക്കിളി കുഞ്ഞാറ്റക്കിളി മഞ്ഞക്കിളി മുറിവാലൻ കിളി, അക്കിളി ഇക്കിളിയൊക്കെയും ഒന്നായി പാടുന്നു, അക്കിളി ഇക്കിളിയൊക്കെയും ഒന്നായി പാടുന്നു. മാനം മുട്ടെ പാറിയുയരാൻ വാ, മാനം മുട്ടെ പാറിയുയരാൻ വാ. ബാലോത്സവം വീണ്ടും വരവായി, ബാലോത്സവം വീണ്ടും വരവായി. തുമ്പപ്പൂക്കൾ തുളസി പൂക്കൾ അമ്പൽപ്പൂക്കൾ ചെമ്പകപ്പൂക്കൾ, അല്ലിയും മുല്ലയും ഒക്കെയും ഒന്നായി പാടുന്നു, അല്ലിയും മുല്ലയും ഒക്കെയും ഒന്നായി പാടുന്നു. നറുമണം തേടി പൂവിലലിയാൻ വാ, നറുമണം തേടി പൂവിലലിയാൻ വാ. ബാലോത്സവം വീണ്ടും വരവായി, ഉണ്ണികളെ മലരിൻ മൊട്ടുകളെ ആടാൻ വാ പാടാൻ വാ ആടിപ്പാടിയുണരാൻ വാ. ബാലോത്സവം വീണ്ടും വരവായി, 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 ബാലോത്സവം വീണ്ടും വരവായി.
है अनसुनी वो बात क्या है बता मितवा कहे धड़कने तुझसे क्या मितवा खुद से तो ना दूँ जुबां जानिए
മശഹൂറം ഹീമ ഖുറൈശിയിൽ പുകൾ മുത്ത് നബി തിരുമംഗലം പതിയെങ്കും മശഹൂറം ഹീമ ഖുറൈശിയിൽ പുകൾ മുത്ത് നബി തിരുമംഗലം പരിശുദ്ധ മണിമംഗ തങ്ക ഖദീജ ബി പദവിയിലാടും സ്വർഗമംഗലം പരിശുദ്ധ മണിമംഗ തങ്ക ഖദീജ ബി പദവിയിലാടും സ്വർഗമംഗലം സ്തുതി പൊങ്കും വലിമകളേറും സുവനത്തിൽ മതിലെങ്കും മുസമ്മിലിൻ മംഗലം സ്തുതി പൊങ്കും വലിമകളേറും സുവനത്തിൽ മതിലെങ്കും മുസമ്മിലിൻ മംഗലം സഭയിങ്കൽ അമ്പിയാക്കൾ ഔലിയാക്കൾ മറ്റും ഉലമാക്കൾ സമ്മേളിക്കും മംഗലം സഭയിങ്കൽ അമ്പിയാക്കൾ ഔലിയാക്കൾ മറ്റും ഉലമാക്കൾ സമ്മേളിക്കും മംഗലം മംഗലം കതിർക്കത്തും സൂപർക്കത്തിൻ അതിർപ്പത്തിൽ മംഗകളൊപ്പന മുട്ടിക്കൂടി കഞ്ചകമൊഞ്ചി കൊഞ്ചി കൊഞ്ചി തന്തിന മൂളുന്നേ ഉള്ളം ചഞ്ചലമാടുന്നേ മൊഞ്ചിൽ പുഞ്ചിരി തൂകുന്നേ ചഞ്ചലമാടുന്നേ മൊഞ്ചിൽ പുഞ്ചിരി തൂകുന്നേ നെഞ്ചിൽ രഞ്ജിത കാഞ്ചന മൊഞ്ചന തഞ്ചം നോക്കി മഞ്ജുള റാണി ഷൗക്കിലിരുത്തുന്നേ മധുരിത രാഗം പാടുന്നേ അടിമുടി പുളകം കൊള്ളുന്നേ പുളകം കൊള്ളുന്നേ ആദരിത്തലങ്കാര കുറുസുമ്മല്ലിരുത്തിടை ചിന്തുകൾ പാടി ചുറ്റും കൂടി ചിത്തിരമുത്തിൻ പോരിച്ച ചൊല്ലി ഒത്തൊരുമിക്കുന്നേ എങ്ങും മർഹബ പൊങ്ങുന്നേ സ്വർഗത്തട്ടുകൾ ലംഘുന്നേ മർഹബ പൊങ്ങുന്നേ സ്വർഗത്തട്ടുകൾ ലംഘുന്നേ പാദനി പാദകം തണ്ടകളിട്ട് വീതിയിൽ നെറ്റിപ്പട്ടവും കെട്ടി ഊഞ്ചലിലാടുന്നേ മതിമുഖി റങ്കിലൊളുങ്ങുന്നേ ബദനത്തിൽ ഹാജത്തിളകുന്നേ ഹാജത്തിളകുന്നേ കണ്ണഞ്ചും കാമിനിമാർ ഒളി ജന്നത്തശകിമാർ തന്തിനെ പൊന്തും പന്തലിലാടി കത്തനുൾക്ക് ഒത്തവർ കൂടി ബാറക്ക നേരുന്നേ ഹക്കിൻ ഗീതമുതിർക്കുന്നേ ഷൗക്കിൽ മതിമറന്നാടുന്നേ ഗീതമുതിർക്കുന്നേ ഷൗക്കിൽ മതിമറന്നാടുന്നേ ചിത്തിരം കൊത്തിയ മാളിക മോളിൽ മുത്തണി മഞ്ചത്തട്ടിലിരുത്തി ശ്രുതികൾ പാടുന്നേ ഇരുമനം ഒന്നായി മാറുന്നേ കഥ ഇത് മശഹൂറാകുന്നേ മശഹൂറാകുന്നേ അതിയെങ്കും മശഹൂറം ഹീമ ഖുറൈശിയിൽ പുകൾ മുത്ത് നബി തിരുമംഗലം പതിയെങ്കും മശഹൂറം ഹീമ ഖുറൈശിയിൽ പുകൾ മുത്ത് നബി തിരുമംഗലം പരിശുദ്ധ മണിമംഗ തങ്ക ഖദീജ ബി പദവിയിലാടും സ്വർഗമംഗലം പരിശുദ്ധ മണിമംഗ തങ്ക ഖദീജ ബി പദവിയിലാടും സ്വർഗമംഗലം സ്തുതി പൊങ്കും വലിമകളേറും സുവനത്തിൽ മതിലെങ്കും മുസമ്മിലിൻ മംഗലം സ്തുതി പൊങ്കും വലിമകളേറും സുവനത്തിൽ മതിലെങ്കും മുസമ്മിലിൻ മംഗലം സഭയിങ്കൽ അമ്പിയാക്കൾ ഔലിയാക്കൾ മറ്റും ഉലമാക്കൾ സമ്മേളിക്കും മംഗലം സഭയിങ്കൽ അമ്പിയാക്കൾ ഔലിയാക്കൾ മറ്റും ഉലമാക്കൾ സമ്മേളിക്കും മംഗലം मैं तो नाच गाने ऐसा झाड़ू भूल आई मैं तो नाच गाने ऐसा झाड़ू भूल आई ये मैं तो नाच गाने ऐसा झाड़ू भूल आई
पान वारी जाओ चिर मेरे चढ़ती नदी के मेड़ रोता चढ़ती नदी के मेड़ दो उतरती ने उतरती नदी के आज मीन वारी जाओ चिर मेरे उतरती नदी के आज मीन वारी जाओ चिर मेरा लाल गुलाल वारी जाओ चिर मेरे चिर मेरा दिकरी का पान वारी जाओ चिर मेरे चढ़ती रे चमके चोड़ लो सा चढ़ती रे चमके चोड़ लो उतरती रे के आज मान वारी जाओ चिर मेरे उतरती रे के आज मान